നമസ്കാരം. അമേരിക്കയെ ചാരമാക്കി ഇറാന്റെ മണ്ണിലേക്ക് മിസൈലുകൾ പതിക്കുന്നു. ഒരു ചരിത്ര സംഭവമാണ്. എപ്പോഴും യുദ്ധങ്ങൾ എന്ന് പറയപ്പെടുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതാണ്. ഒരു രാജ്യത്തിന്റെ പതനം മാത്രമല്ല, അതൊരു ജനതയുടെ മുഴുവൻ അവസാനം കൂടിയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക ഇറാൻ യുദ്ധം എന്ന് പറയപ്പെടുന്നത് ഒരാശങ്കയായി ലോകം മുഴുവൻ കാണുകയും ചെയ്യുന്നത്. പക്ഷേ വരാൻ പോകുന്ന ദിവസങ്ങളിൽ അമേരിക്കയെ ചാരമാക്കി മാറ്റാൻ കഴിയുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുവാൻ ഇറാന് കഴിയുമെന്നുള്ളതിന്റെ തെളിവുകൾ മുമ്പിലുണ്ടാകുന്നു. ഇറാന്റെ മണ്ണിലേക്ക് പതിക്കുന്ന മിസൈലുകൾ എന്ന് പറയപ്പെടുന്നത് അമേരിക്കയുടെ അന്തകനായി മാറുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ മുൻപും ഇതേപോലെ ഇറാനെതിരെ പലവട്ടം പലതരത്തിൽ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോഴൊക്കെയും തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിനേക്കാൾ ഏറെ ഭീകരവും ഭീതിതവുമായിരിക്കും ഇനിയുള്ള ഈ ഒരു യുദ്ധത്തിൽ സംഭവിക്കാൻ പോകുന്ന തിരിച്ചടി എന്നുള്ളത് അമേരിക്ക മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഒരു കാലത്ത് ശത്രുപാളയത്തിൽ ഭീതി പടർത്തിക്കൊണ്ടുള്ള ഇറാന്റെ തിരിച്ചുവരവ് നമ്മൾ കണ്ടതാണ്. ഒരു സാധാരണ ദിവസം പോലെയാണ് ഇറാനിൽ അന്നും സൂര്യൻ ഉദിച്ചത്. പക്ഷേ ആ ശാന്തത അധിക നേരം നീണ്ടു നിന്നില്ല. പെട്ടെന്നായിരുന്നു ഈ അന്തരീക്ഷത്തേക്ക് കീറിമുറിച്ചുകൊണ്ട് ഒരു ഭീകര ശബ്ദം മുഴങ്ങിക്കേട്ടത്. അവിടെ ഇറാന്റെ മണ്ണിലേക്ക് ശത്രുവിന്റെ മിസൈലുകൾ വന്ന് പതിച്ച ആ നിമിഷം അതൊരു നടുക്കമായിരുന്നു. പക്ഷെ ആ മുറവിളികളിൽ ഒരു ജനത തകരുകയായിരുന്നു. അതുപോലെ തന്നെ ആ മുറിവുകളിൽ തളർന്നു നിൽക്കാൻ ഇറാൻ തയ്യാറല്ലായിരുന്നു. ആ കറുത്ത ദിനത്തെ അവർ മറന്നില്ല. പകരം അവിടെ നിന്ന് അവർ കൂടുതൽ കരുത്തോടെ തിരിച്ചു വന്നു. പകരത്തിന് പകരമായി ആക്രമണവും നടത്തി. അന്ന് ബോംബ് പതിച്ച, എന്നാൽ ഇന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ചർച്ചയാകുന്ന ഇസ്ഫഹാനിലെയും നദാൻസിലെയും പുതിയ ഉപഗ്രഹ ചിത്രങ്ങൾ എന്ന് പറയപ്പെടുന്നത് ആ കരുത്തുറ്റ തിരിച്ചുവരവിന്റെ തെളിവുകളായി, നേർസാക്ഷ്യങ്ങളായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഒരു ചരിത്രമുണ്ട് ഇറാന് എന്നുള്ളതാണ്. പണ്ട് തകർക്കപ്പെട്ട ഇടങ്ങളിൽ നിന്ന് കുതിച്ചുയരുവാൻ കഴിയുന്ന തരത്തിലേക്ക് വളർന്നു കയറിയ ഒരു രാജ്യം. ഇന്നപ്പോൾ അവർ എത്രമാത്രം ഭീകരരാണ്, അല്ലെങ്കിൽ എത്രമാത്രം അവർ ശക്തരാണ് എന്ന് തിരിച്ചറിയേണ്ടത് അവരെ ആക്രമിക്കാൻ ശ്രമിക്കുന്നവരാണ്. അങ്ങനെ തകർക്കപ്പെട്ടെന്ന് ശത്രുക്കൾ കരുതിയെടുത്ത് പുതിയ മേൽക്കൂരകളും അത്യാധുനിക പ്രതിരോധ കോട്ടകളും ഒക്കെ അതിവേഗം ഉയർത്തുവാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. പാശ്ചാത്യ രാജ്യങ്ങളിൽ ഇവരുടെ ഈ നീക്കത്തിനെ, ഈ രഹസ്യ നീക്കം എന്ന് വിളിക്കുമ്പോൾ, തങ്ങളുടെ അസ്തിത്വം സംരക്ഷിക്കുവാനുള്ള ഉരുക്കുമതിലാണ് തങ്ങൾ തീർക്കുന്നത് എന്നുള്ള ഇറാന്റെ മറുപടി ശ്രദ്ധേയമാണ്, കാലാതീതമാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ മാസത്തിൽ ജനുവരിയിൽ നടക്കുന്ന യുദ്ധമോ അല്ലെങ്കിൽ ഡിസംബറിൽ തുടങ്ങിയ പ്രക്ഷോഭമോ അല്ല ഇവിടുത്തെ കാരണം. അതിനും മാസങ്ങൾക്ക് മുമ്പ് ജൂണിൽ 12 ദിവസം നീണ്ടു നിന്ന സംഘർഷമുണ്ടായിരുന്നു. ആ സംഘർഷത്തിനിടെ ഇസ്രായേലും പിന്നീട് അമേരിക്കയും ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് ആക്രമണം നടത്തിയിരുന്നു. ഞാൻ ആദ്യം സൂചിപ്പിച്ചിരുന്ന ആ മിസൈൽ ആക്രമണം, ബങ്കർ തകർക്കുന്ന ബോംബുകളും ക്രൂയിസ് മിസൈലുകളും ഉപയോഗിച്ചുള്ള വലിയ ആക്രമണങ്ങൾ ഇറാന്റെ ആണവ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വലിയ നാശനഷ്ടം ഉണ്ടാക്കിയതായിട്ട് അന്ന് വൈറ്റ് ഹൗസ് അവകാശപ്പെടുകയും ചെയ്തു. എന്നാൽ പൂർണ്ണമായ വിവരങ്ങൾ പുറത്തുവിടാതിരിക്കുകയും അക്രമത്തിന് പിന്നാലെ ഇറാന്റെ സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങൾക്കും ശാസ്ത്രീയ കേന്ദ്രങ്ങൾക്കും ഉണ്ടായ നാശനഷ്ടങ്ങൾ പാശ്ചാത്യ വൃത്തങ്ങൾ വലിയ തോതിൽ അവഗണിക്കുകയും ചെയ്തു എന്നാണ് ഇറാൻ അനുകൂല നിരീക്ഷകരടക്കം അതുമായിട്ട് ബന്ധപ്പെട്ട് വിമർശിച്ചത്. ഈ സംഘർഷത്തിന് ശേഷം അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി പരിശോധകർക്ക് സൈറ്റുകളിലേക്ക് പ്രവേശനം ഇറാൻ താൽക്കാലികമായി നിയന്ത്രിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഉപഗ്രഹ നിരീക്ഷണം പ്രധാന മേൽനോട്ടമായി അല്ലെങ്കിൽ മേൽനോട്ട മാർഗമായി മാറി. ഇറാന്റെ കാഴ്ചപ്പാടിൽ ഇത് ഒരു മറയ്ക്കൽ ശ്രമമല്ല, മറിച്ച് നേരത്തെ തന്നെ ആക്രമിക്കപ്പെട്ട കേന്ദ്രങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുവാനുള്ള ഒരു അനിവാര്യമായ നടപടി മാത്രമായിട്ടാണ് ഈ പരിശോധനാ സൈറ്റുകളിലേക്കുള്ള പ്രവേശനത്തെ നിയന്ത്രിച്ചത് എന്നുള്ളതാണ്. ബോംബാക്രമണങ്ങൾക്കിരയായ സൗകര്യങ്ങളിൽ തുറന്ന നിലയിൽ പ്രവർത്തനം തുടരുന്നത് കൂടുതൽ ആക്രമണങ്ങൾക്ക് ക്ഷണം നൽകുന്നതിന് തുല്യമാണ് എന്നുള്ള ടെഹ്റാന്റെ വാദവും ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ ഉപഗ്രഹ ചിത്രങ്ങളിൽ കാണുന്ന പുതിയ മേൽക്കൂരകൾ, തകർന്ന കെട്ടിടങ്ങൾ പുനർനിർമ്മിക്കുകയോ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുകയോ അല്ലെങ്കിൽ സുരക്ഷാ വിലയിരുത്തലുകൾ നടത്തുകയോ ചെയ്യുന്നതിനുള്ള താൽക്കാലികമായിട്ടുള്ള സംവിധാനങ്ങൾ തന്നെയായിരിക്കുമെന്ന് സ്വതന്ത്ര വിദഗ്ധരടക്കം ചൂണ്ടിക്കാട്ടുമ്പോഴും, എന്നാൽ പാശ്ചാത്യ തിങ്ക് ടാങ്കുകൾ ഈ നീക്കങ്ങളെ പ്രവർത്തനം മറയ്ക്കുവാനുള്ള ശ്രമമെന്ന നിലയിൽ ചിത്രീകരിക്കുകയും ചെയ്യപ്പെടുമ്പോഴും
അമേരിക്കൻ ആസ്ഥാനമായിട്ടുള്ള ഫൗണ്ടേഷൻ ഫോർ ഡിഫൻസ് ഓഫ് ഡെമോക്രസീസ് പോലുള്ള സ്ഥാപനങ്ങൾ ഉയർത്തുന്ന ആരോപണങ്ങൾ ഇറാനെ നിരന്തരം സംശയത്തിന്റെ നിഴൽ നിർത്താനുള്ള രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണ് എന്ന വിമർശനം ശക്തമാക്കുകയാണ്. നദാൻസിലെ സാഹചര്യങ്ങൾ ഇതിന് ഉദാഹരണമായിട്ട് വേണമെങ്കിൽ പറയുകയും ചെയ്യാം. ആ ജൂൺ 13 നടന്ന ആക്രമണങ്ങളിൽ മുകളിലെയും ഭൂഗർഭത്തിലെയും സമ്പുഷ്ടീകരണ അസൗകര്യങ്ങൾ ലക്ഷ്യമാക്കി ബോംബാക്രമണം നടന്നിരുന്നു. അതിനുശേഷം തകർന്ന ഘടനയ്ക്ക് മുകളിൽ മേൽക്കൂര സ്ഥാപിച്ചതായിട്ട് ഡിസംബറിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള ഉപഗ്രഹ ചിത്രങ്ങൾ കാണിക്കുന്ന വൈദ്യുത സംവിധാനങ്ങൾ പ്രവർത്തനരഹിതമായി തുടരുന്നുവെന്ന റിപ്പോർട്ടുകൾ അടക്കം പുറത്തു വന്നത്. ഇവിടെ അടിയന്തര പുനർനിർമ്മാണ രഹസ്യ ഉൽപാദനമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളോ നടക്കുന്നതായിട്ട് പറയുന്ന വാദങ്ങളെ ചോദ്യം ചെയ്യപ്പെടുന്ന തരത്തിലുള്ള ചിത്രങ്ങൾ, പ്രവർത്തനക്ഷമതയില്ലാത്ത ഒരു കേന്ദ്രത്തിൽ ആയുധപരമായിട്ടുള്ള മുന്നേറ്റം നടക്കുന്നു എന്ന ആരോപണം യുക്തിരഹിതമാണ് എന്ന് ഇറാൻ ചൂണ്ടിക്കാട്ടുന്നത് ഇതുകൊണ്ട് മാത്രമാണ്. ഈ ഇസ്ഫഹാനിലും സമാനമായിട്ടുള്ള സ്ഥിതി വിശേഷമാണ് ഉണ്ടാകുന്നത്. അത് അവിടെയും ഈ സമ്പുഷ്ടീകരണത്തിന് ആവശ്യമായിട്ടുള്ള യുറേനിയം ഉൽപ്പാദിപ്പിച്ചിരുന്ന കേന്ദ്രത്തിൽ ആക്രമണത്തിന് ശേഷം ചില ഘടനകൾക്ക് മുകളിൽ മേൽക്കൂരപ്പണി പൂർത്തിയാക്കി ചിത്രങ്ങൾ വ്യക്തമാക്കുന്നത് അത്തരത്തിലാണ്. അല്ലാതെ അവിടെ മറ്റ് സമീപനങ്ങളൊന്നും സ്വീകരിച്ചില്ല. സമീപ പ്രദേശങ്ങളിൽ തുരങ്കങ്ങൾ മണ്ണിട്ട് നിറച്ചതും ചിലത് വീണ്ടും തുറന്ന് ബലപ്പെടുത്തിയതും ഇറാൻ മുമ്പ് തന്നെ പിന്തുടരുന്ന പ്രതിരോധ തന്ത്രങ്ങളുടെ ഭാഗമാണ് എന്നാണ് സൈനിക വിശകലനം. അതായത് ഈ ബങ്കറുകൾ രൂപീകരിച്ച് അതിനുള്ളിൽ സൈന്യത്തെ നിലയുറപ്പിക്കുന്ന ഒരു സമീപനം. അതുകൊണ്ട് തന്നെ യുറാനിയം ഉൽപാദനം അല്ലെങ്കിൽ അവരുടെ സമ്പുഷ്ടീകരിച്ച യുറാനിയത്തിനെ തകർക്കുവാനുള്ള ശ്രമം അന്ന് നടന്നിട്ട് പോലും അത് പൂർത്തിയാക്കുവാൻ അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അതിനെ വലിയ സുരക്ഷിത മാർഗങ്ങളിലേക്ക് ഒളിപ്പിക്കുവാൻ ഇറാന് കഴിയുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ആക്രമണ ഭീഷണികൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഭൂഗർഭ സൗകര്യങ്ങൾ സുരക്ഷിതമാക്കുന്നത് ഒരു രാജ്യത്തിന്റെ അവകാശമാണ് എന്ന് തന്നെയാണ് ടെഹ്റാൻ പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ മുഴുവൻ വിവാദത്തിന്റെ പശ്ചാത്തലത്തിലൂടെ അടിസ്ഥാനപരമായിട്ടുള്ള വാദമുണ്ട്. അതായത് തങ്ങളുടെ ആണവ പദ്ധതി സമാധാനപരമാണ് എന്നതാണ്. മെഡിക്കൽ ഊർജ പദ്ധതികൾ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെടുന്ന ശാസ്ത്രീയ ആവശ്യങ്ങൾക്കായുള്ള സമ്പുഷ്ടീകരണമാണ് ലക്ഷ്യം എന്ന നിലപാട്, ആ നിലപാടിൽ നിന്നൊന്നും ഇറാൻ ഇതുവരെയും പിന്മാറിയിട്ടില്ല. പകരം മറുവശത്ത് പാശ്ചാത്യ രാജ്യങ്ങളും അവരുമായി ചേരുന്ന 2003 വരെ ഇറാൻ ഒരു സംഘടിത ആയുധ പരിപാടി നടത്തിയിരുന്നു എന്നും സാങ്കേതിക ശേഷി ഇപ്പോഴും നിലനിർത്തിയിട്ടുണ്ടോ എന്നൊക്കെ വാദിക്കുന്ന ഒരു സംവിധാനം ഇതിന് മറുവശത്തായിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഈ ആരോപണങ്ങൾ പലപ്പോഴും രാഷ്ട്രീയ സമ്മർദ്ദത്തിന്റെ ആയുധമായിട്ട് ഉപയോഗിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഇറാനെ അനുകൂലിക്കുന്നവർ ചൂണ്ടിക്കാട്ടുന്നത്. ഇതെല്ലാം കൂടി വായിക്കുമ്പോൾ ഉപഗ്രഹ ചിത്രങ്ങൾ മാത്രം ആശ്രയിച്ച് ഇറാനെ വീണ്ടും കുറ്റപ്പെടുത്തുവാനുള്ള ശ്രമം ഇപ്പോൾ നടക്കുന്നു എന്നുള്ള വിലയിരുത്തൽ ശക്തമാണ്. ആക്രമണങ്ങൾക്ക് ഇരയായിട്ടുള്ള ഒരു രാജ്യം തന്റെ തകർന്ന സൗകര്യങ്ങൾ സുരക്ഷിതമാക്കുകയും പുനഃസംഘടിപ്പിക്കുകയും ചെയ്യുന്നത് സ്വാഭാവിക നടപടിയാണ്. അതിനെ രഹസ്യ ആണവ മുന്നേറ്റം എന്ന നിലയിൽ ചിത്രീകരിക്കുന്നത് ഇറാനെ നിരന്തരം സമ്മർദ്ദത്തിലാക്കുവാനുള്ള പഴയ നയത്തിന്റെ തുടർച്ചയാണ് എന്നുള്ളത് തന്നെയാണ് ടെഹ്റാൻ വ്യക്തമാക്കുന്നത്, അല്ലെങ്കിൽ ഇറാൻ വ്യക്തമാക്കുന്നത്. അപ്പോൾ ഇറാനെ പോലെ രാജ്യത്ത് ഇത്തരത്തിലുള്ള മിസൈൽ ആക്രമണങ്ങൾ നടത്തി അവിടെ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചു അല്ലെങ്കിൽ ബോംബാക്രമണം നടത്തി യുറേനിയം സമ്പുഷ്ടീകരണം തടയുവാൻ ശ്രമിക്കുകയും ഒരു രാജ്യത്തെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ അവിടെ തകർന്നു വീണ് അടുത്ത് നിന്ന് ഒന്ന് ഉയർത്തെഴുന്നേൽക്കുവാനുള്ള ശ്രമം നടത്തുന്ന ഒരു രാജ്യത്തെ വീണ്ടും അവര് രഹസ്യ ആണവ മുന്നേറ്റം നടത്തപ്പെടുന്നു അല്ലെങ്കിൽ ആണവായുധ ശേഖരണം നടത്തപ്പെടുന്നു എന്ന തരത്തിലേക്ക് ഒരു രാജ്യത്തെ രഹസ്യ സ്വഭാവമുള്ള രാജ്യമാക്കി മാറ്റുന്നത് തെറ്റാണ് എന്നാണ് പറയുന്നത്. എല്ലാ രാജ്യങ്ങളും തകർന്ന ഇടത്ത് നിന്ന് കിടക്കുകയല്ല ചെയ്യുന്നത്, അവിടെ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയാണ് ചെയ്യപ്പെടുന്നത്. അത്തരത്തിൽ ഇറാനും ചെയ്യുന്നു എന്ന് മാത്രം. ഇവിടെ അന്താരാഷ്ട്ര നിയമവും പരമാധികാരവും മാനിക്കപ്പെടുന്ന ഒരു ലോകക്രമത്തിൽ ആക്രമണത്തിനിരയായ രാജ്യത്തിന്റെ സുരക്ഷാ നടപടികളെ കുറ്റകരമാക്കുന്നത് നീതിയുക്തമല്ലെന്ന ചോദ്യമാണ് ഈ ഉപഗ്രഹ ചിത്രങ്ങൾ വീണ്ടും ലോകത്തിന് മുന്നിൽ ഉയർത്തുന്നത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ആസന്നമായിരിക്കുന്ന ഒരു യുദ്ധത്തിൽ ഇറാന്റെ മണ്ണിലേക്ക് മിസൈലുകൾ പതിച്ചാൽ പിന്നെ അമേരിക്ക ഒരു പിടി ചാരമായി മാറും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എന്നുള്ളതാണ്. കാരണം അത്തരത്തിൽ ഇറാൻ എന്ന് പറയപ്പെടുന്നത് തങ്ങളുടെ രാജ്യത്തെ ഒരു തകർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് മറ്റൊരു യുദ്ധം ആസന്നമായിരിക്കുന്നത്. അത് അമേരിക്കയ്ക്കോ ട്രംപിനോ മനസ്സിലാക്കാൻ കഴിയാത്തത് അവരുടെ കുറ്റകരമാണ്, അവരുടെ കുറ്റമാണ്. അവർ മനസ്സിലാക്കേണ്ടത് ഇറാനെ പോലൊരു രാജ്യം ആയുധ വിപണിയിൽ വല്ലാതെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവരാണ്. മാത്രമല്ല അവരുടെ ആണവായുധ ശേഖരം എന്ന് പറയപ്പെടുന്നത് വളരെ വലുതാണ്. അത്തരത്തിൽ വളരെ ശക്തി പ്രാപിച്ചിട്ടുള്ള ഒരു ഇറാൻ എന്ന് പറയപ്പെടുന്ന ഒരു രാജ്യത്തെ ആക്രമിക്കുവാൻ ഇതല്ലായിരുന്നു സമയമെന്ന് അമേരിക്ക ചിന്തിക്കേണ്ടതായിരുന്നു. അതുകൊണ്ട് തന്നെ ഇറാന്റെ മണ്ണിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള മിസൈലുകൾ പതിക്കുന്ന അടുത്ത നിമിഷം അമേരിക്കയെ ഒരുപിടി ചാരമാക്കി മാറ്റുന്ന തരത്തിലേക്ക് എത്തപ്പെടാനുള്ള കരുത്ത്, ശക്തി, അണ്വായുധ ശേഖരം ഇതൊക്കെ ഇറാൻ ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ശത്രുപാളയത്തിൽ ഭീതി പടർത്തുന്ന തരത്തിലേക്ക് ഇറാൻ വളർന്നിരിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നത്.